ഹലോ, കാത്തു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് പോകുന്നത് കല്ലേലി അമ്പലത്തിലാണ്. കല്ലേലി അപ്പൂപ്പൻകാവിലാണ് പോകുന്നത്. അപ്പം അവിടെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ അവിടെ ഇന്ന് മേടം 10 ഉത്സവമാണ്. അപ്പം നമ്മൾ ഉത്സവത്തോടനുബന്ധിച്ച് അമ്പലത്തിൽ പോവുകയാണ്. അപ്പോൾ അവിടുത്തെ ഇന്ന് പൊങ്കാലയുണ്ട്. പൊങ്കാല നമുക്ക് കാണാം. അതുപോലെ തന്നെ പൊങ്കാല അടുപ്പിൽ തിരി തെളിയിക്കാൻ എത്തുന്നത് നമ്മുടെ മാളികപ്പുറം സിനിമയിലെ കല്ലുവാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഈ കിടക്കുന്ന വണ്ടികളെല്ലാം പൊങ്കാലയ്ക്ക് വന്നവരുടെയാണ്. അപ്പം വെളിയിൽ നിന്നും കൂടുതൽ ആൾക്കാർ വരുന്നൊരു അമ്പലമാണ്. എല്ലാവർക്കും നല്ല വിശ്വാസമുള്ളൊരു അമ്പലമാണ് നമ്മുടെ ഈ കല്ലേലി അപ്പൂപ്പൻകാവ് എന്ന് പറയുന്നത്. അപ്പം ശരിക്കും പൊങ്കാല ആളുണ്ടെന്ന് തോന്നുന്നു. വണ്ടിയൊക്കെ കണ്ടിട്ട് നല്ല വെളിയിൽ നിന്നൊക്കെ ശരിക്കും ആൾക്കാർ വരുന്നത് ഭയങ്കര വിശ്വാസമാണ്. വെളിയിൽ നിന്ന് വരുന്നവർക്ക് ഭയങ്കര വിശ്വാസമാണ്. അപ്പം നമ്മുടെ പൊങ്കാലയൊക്കെ ഇവിടുന്നേ തുടങ്ങുകയാണ്. ഇനി ഇവിടുന്ന് കുറേ ദൂരമുണ്ട്, 1 കിലോമീറ്ററോളം ഉണ്ട് നമുക്ക് അമ്പലത്തിൻ്റെ അടുത്ത് ചെല്ലാൻ വേണ്ടി തന്നെ. ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ എല്ലാം നല്ല വെയിലാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ അടുപ്പിലും അമ്പലത്തിൽ നിന്ന് ആൾ വന്ന് തീ കത്തിച്ചതിന് ശേഷം മാത്രമേ പൊങ്കാല ഇടത്തുള്ളൂ. ഇത് നമുക്ക് പിന്നെ കാണാം, ഞാൻ ഇട്ടേക്കാം ആ തീ കത്തിക്കുന്നതൊരു വീഡിയോ അതിനകത്ത് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ നല്ല ഒരു വിശ്വാസമുള്ളൊരു അമ്പലമാണ് നമ്മുടെ കല്ലേലി അപ്പൂപ്പൻകാവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ അപ്പൂപ്പൻകാവിൽ തിരി തെളിയിക്കാൻ എത്തുന്നത് നമ്മുടെ മാളികപ്പുറത്തിലെ കല്ലുവാണ്. ഇവിടെ ചാരുന്ന ഈ ഷൂട്ടിങ് മൊത്തം നടന്നത് മാളികപ്പുറത്തിൻ്റെ ഷൂട്ടിങ് നടന്ന സ്ഥലമാണ് ഇവിടെ. അങ്ങനെ നല്ല നല്ല കാഴ്ചകളും നമുക്ക് കല്ലുവിനെയൊക്കെ കാണാം. അപ്പം നമുക്ക് കണ്ട് പോകാം. കാണുന്ന പൊങ്കാലക്കാർക്കുള്ള വെള്ളവും ഭക്ഷണവും എല്ലാം അമ്പലത്തിൽ നിന്ന് തന്നെ എത്തിച്ചു കൊടുക്കും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഫ്രൂട്ട്സും എല്ലാ സാധനവും അമ്പലത്തിൽ നിന്ന് തന്നെയാണ് എത്തിച്ചു കൊടുക്കുന്നത്. ഈ അമ്പലത്തിൽ എന്നും അന്നദാനമുണ്ട്. എന്നും കഞ്ഞിയും പയറും അച്ചാറും ഒക്കെ എന്നും ഉണ്ട്. എന്നും പിന്നെ ഈ അമ്പലം 24 മണിക്കൂറെന്നാണ് പറയുന്നത്. എന്നാലും നമ്മൾ പകൽ മൊത്തം എപ്പോൾ വന്നാലും നമുക്ക് തൊഴാൻ പറ്റിയ ഒരു അമ്പലമാണ് ഈ കല്ലേലി അപ്പൂപ്പൻകാവ് എന്ന് പറയുന്നത് തന്നെ. നമുക്ക് എപ്പോൾ വന്നാലും തൊഴാം. ആ അമ്പലത്തിൽ പിന്നെ വൈകിട്ട് 8 മണി വരെ പിന്നെ പൂജയൊക്കെ ഉള്ളൊരു അമ്പലമാണ്. അത് പിന്നെ നമ്മൾ വരുമ്പോൾ തന്നെ ഭയങ്കര തിരക്കാണ്. എല്ലാ ദിവസവും ഇവിടെ തിരക്കാണ്. അതുപോലെ തന്നെ ഇവിടെ തമ്പോലം നമ്മൾ മുറുക്കാനും കള്ളുമൊക്കെ പിന്നെ അവിടെ നിന്ന് തന്നെ മേടിച്ച് നമ്മൾ വെച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു അമ്പലം കൂടിയാണ് ഈ കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ് എന്ന് പറയുന്നത്. പരിഹാരം കണ്ടെത്തും. അവിടെ വരുന്നവർക്കൊക്കെ വിശ്വാസം ഉള്ളതുകൊണ്ടായിരിക്കാം വെളിയിൽ നിന്ന് കൂടുതലും ആൾക്കാർ എത്തുന്നത് തന്നെ. അപ്പം നമുക്ക് അടുത്ത് കാണാം.
ഇപ്പം നമുക്ക് കല്ല് വരുന്ന വീഡിയോ ഒക്കെ ഉണ്ട്. കല്ല് വരുന്ന വീഡിയോയും എത്തുന്നതും ഒക്കെ കണ്ട് ഇവിടെ നിന്നൊക്കെ നല്ല പൊങ്കാലയ്ക്കെല്ലാം ഒരുക്കങ്ങളും ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെയൊക്കെയാണ്. അമ്പലത്തിൽ നിന്ന് തന്നെയാണ് പൊങ്കാലയ്ക്കുള്ള സാധനങ്ങളെല്ലാം അവരിവിടെ കൊണ്ട് കൊടുക്കുന്നത്. ബുക്ക് ചെയ്യുവാണ് ചെയ്യുന്നത്. ഇപ്പോൾ 1000 ചില്ലാനും ആൾക്കാർ, എനിക്കൊന്ന് 1300 ചില്ലാനും ആൾക്കാരെങ്ങാണ്ട് അടുപ്പ് ഞാൻ കണ്ട്. അവിടെ ഇങ്ങനെ നമ്പർ എഴുതി ഇട്ടിട്ടുണ്ട് അടുപ്പിന്. അത്രയും ആൾക്കാരാണ് വന്നിട്ടുള്ളത്. അതിൽ കൂടുതൽ വരുന്നവരും ഉണ്ടായിരിക്കും. ഓരോ അടുപ്പിന് ഓരോ നമ്പരാണ്. ഓരോ അടുപ്പിന് ഓരോ നമ്പരാണ്. ആദ്യം ബുക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമ്പർ നമുക്ക് കിട്ടും. ലാസ്റ്റ് ബുക്ക് ചെയ്താൽ ലാസ്റ്റ് ആയി പോകും. ആദ്യം ചെയ്യുന്നതായിരിക്കും നല്ലത്. ലാസ്റ്റ് വരുന്നതിനനുസരിച്ച് വെയിൽ കൂടുതലാണ്, മരം കുറവാണ്. പിന്നെ വനപ്രദേശം തീരുന്ന ഒരു സ്ഥലവും കൂടെ ആണ് ലാസ്റ്റ് ആകുമ്പോഴത്തേന്. അതുകൊണ്ട് ആദ്യം ചെയ്താൽ നമുക്ക് മരത്തിൻ്റെയൊക്കെ കീഴിലിരുന്ന് പൊങ്കാല ഇടാം. വെയിലധികം കൊള്ളാതിരിക്കാം ഒക്കെ ചെയ്യാം. അവസാനം ഇടയ്ക്കിടയ്ക്ക് വരാത്തവരുണ്ടെങ്കിൽ വരണം. നല്ല ഒരു ശുദ്ധവായു ലഭിക്കുന്ന ഒരു അമ്പലം കൂടിയാണ്. അത്രയ്ക്ക് നല്ല ഭംഗിയുള്ളൊരു അമ്പലമാണ്. ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, ഞാൻ കാണിച്ചു തരാം എല്ലാം. ശിവൻ്റെ അമ്പലമാണ്. അവിടെ വെള്ളം പുളിയോ തുണിയോ പുളിയോ എല്ലാം മേടിക്കും. പാത്രം പൊരി ദൂരെ നിന്നുള്ള ആൾക്കാരാ കൂടുതൽ. വണ്ടി എവിടെ കൊണ്ടുവെക്കും ഞായേട്ടാ? വണ്ടി കൊണ്ടങ്ങ് പോയേ. മുമ്പോട്ട് വെക്കളെ. ജീവകാലം അടങ്ങിയിരി. എന്തുവാ ഹാരോ? ഞാനത് കേറാതെ പിള്ളേരെ
ഞാൻ വീഡിയോ എടുത്തായിരുന്നോടി എന്തെടുക്കാൻ എനിക്ക് എടുക്കാൻ തോന്നിയില്ല. പൊങ്കാല ഇടാനുള്ള കലവും വിറവും ഒക്കെ വന്നേക്കുന്നു. പൂവും എല്ലാം ഉണ്ട്. സ്റ്റോൾ തന്നെ ഉണ്ട്. ഇതെല്ലാം ഉണ്ട്. പന്നി മാത്രമേ ഇല്ല. പന്നി എന്തിനാ വളർത്തുന്നത്? അമ്പലത്തിലാണ് പന്നിയെ വളർത്തുന്നത്. കോഴി ഇവിടെ എല്ലാം നേരത്തെ കൊടുക്കുന്നതൊക്കെയാണ് ഇവിടുത്തെ ആവശ്യത്തിന്. ഇതാ നിങ്ങളേവരും ആകാംക്ഷയുടെ കാത്തിരുന്ന കല്ലു, ഇതാ മാളികപ്പുറം കല്ലു, മാളികപ്പുറം കല്ലുവിനോടൊപ്പം അഞ്ചല കടമ്പനാടും ഇതാ അപ്പൂപ്പന്റെ തിരുസന്നിധിയിലേക്ക്, അപ്പൂപ്പന്റെ പാതാരബന്ധങ്ങളിലേക്ക് ഇതാ കടന്നു വരികയാണ്. ഇതാ കടന്നു വരുന്നു പൊന്നപ്പൂപ്പന്റെ പ്രഭാതങ്ങളിൽ നിമിഷങ്ങൾക്കകം ചരിത്ര പ്രസിദ്ധനായ കല്ലേലി ആദിത്യ പൊങ്കാലയ്ക്ക് ഭദ്രതീരം തെളിയുകയാണ്. ദയവ് ചെയ്ത് ഇവിടെ നിൽക്കുന്ന ഭക്തജനങ്ങൾ മാറിക്കൊടുക്കണം. കാവിന്റെ മുഖ്യ കവാടത്തിലോട്ടാണ് വിശിഷ്ടാതികളെ സ്വീകരിച്ചുകൊണ്ട് പോകുന്നത്. ദയവ് ചെയ്ത് റോഡിൽ നിൽക്കുന്ന മുഴുവൻ ആൾക്കാരും മാറി നിൽക്കണമെന്ന് അറിയിക്കുന്നു. വോളണ്ടിയേഴ്സിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ആ റോഡിൽ നിൽക്കുന്ന മുഴുവൻ ഭക്തജനങ്ങളെയും സൈഡിലേക്ക് മാറ്റണം അറിയിക്കുകയാണ്. നമ്മുടെ വിശിഷ്ടാതിഥികളെ നമ്മുടെ കാവിന്റെ മുഖ്യ കവാടത്തിലേക്കാണ് സ്വീകരിച്ചയക്കുന്നത്. ബഹുമാനീയനായ കാവ് സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി വി ശാന്തകുമാറിനോടൊപ്പം ഇതാ വിശിഷ്ട അതിഥികൾ കടന്നു വരികയാണ്. എന്റെ കല്ലേരി ഊരാളി അപ്പൂപ്പന്റെ തൃപ്പാതകളിൽ നാടിന്റെ സർവൈശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും വേണ്ടി നടത്തപ്പെടുന്ന ആദിത്യ പൊങ്കാലയുടെ പ്രകൃതം തെളിയിക്കുന്നതിനു വേണ്ടി മാളികപ്പുറമെന്ന സിനിമയുടെ പ്രശസ്തി നേടിയ കുമാരി ഇങ്ങോട്ട് അതുകൊണ്ട് വരുന്നുണ്ട്. ഇതിലാ വരുന്നത്. ഫോട്ടോ എടുക്കാൻ പറ്റില്ല. ഒരു തീ എത്തിക്കാൻ പറ്റുമോ? തിരി എത്തിക്കാൻ ഓടിയിരിക്കാതെ. എന്തുകൊണ്ട് കണ്ണാടി എണീറ്റ് ചരിത്രപ്രകാരം കുമാരി ഗവൺമെന്റ് പ്രവേശിച്ച കൗണ്ടയിൽ സമർപ്പണമുണ്ടായ പ്രശസ്തനായ കുമാരി അഞ്ചര കടമ്പനാട് അപ്പുറത്ത് കഴിഞ്ഞ വർഷം ഒത്തിരി വർഷമായി മധുര വന്നിട്ട് നാടായിരുന്നേ.
ശക്തിയുമായിട്ടുള്ള ശ്രീ കല്ലേലി ഊരാളിയപ്പൂപ്പന്റെ ജന്മദിനം. ഊരാളിയപ്പൂപ്പന്റെ തിരുസന്നിധിയിൽ കടന്നു വന്നിട്ടുള്ള വിശിഷ്ട വ്യക്തികൾ, വിവിധ ദേശങ്ങളിൽ നിന്നും കരകളിൽ നിന്നും എത്തിയിട്ടുള്ള ഊരാളിയപ്പൂപ്പന്റെ വിശ്വാസികളെ, ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഊരാളിയപ്പൂപ്പന്റെ തിരുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ചരിത്ര പ്രസിദ്ധവും അതിപുരാതനവുമായ ശ്രീ കല്ലേലി ഊരാളിയപ്പൂപ്പൻ കാവിലെ ഈ വർഷത്തെ 10ാമത് മഹോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള കല്ലേലി സാംസ്കാരിക സദസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചടങ്ങിന്റെ ആദരണീയനായ അധ്യക്ഷൻ കാവിന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CV ശാന്തകുമാർ അവരുകൾ കല്ലേലി സാംസ്കാരിക സദസ്സ് ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി ഇവിടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിട്ടുള്ളത് കേരളത്തിന്റെ മൃഗസംരക്ഷണം ക്ഷീര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഏറെ ആദരണീയായ ശ്രീമതി ചിഞ്ചു റാണി അവരുകളാണ്. അതോടൊപ്പം തന്നെ ഈ വേദിയിൽ ഉള്ള പ്രമുഖ വ്യക്തികൾ, കല്ലേലി ആദിത്യ പൊങ്കാലയ്ക്ക് ഭദ്രദീപം തെളിയിച്ച മാളികപ്പുറം കല്ലു, അതോടൊപ്പം തന്നെ കുമാരി അഞ്ജന കടമ്പനാട്, ഊരാളിയപ്പൂപ്പന്റെ പവിത്രമായ തിരുസന്നിധിയിൽ കടന്നു വന്നിട്ടുള്ള ഊരാളിയപ്പൂപ്പന്റെ വിശ്വാസികളെ, ഭക്തജനങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം. ആചാരങ്ങൾ കൊണ്ടും അനുഷ്ഠാനങ്ങൾ കൊണ്ടും ഇന്ന് ലോക ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുണ്യ കേന്ദ്രമായി ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ് മാറിയിരിക്കുകയാണ്. ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ മലദൈവമാണ്. 999 മലകൾക്കധിപനും പ്രപഞ്ച ശക്തിയുമായി കുടികൊള്ളുന്ന ശ്രീ കല്ലേലി ഊരാളിയപ്പൂപ്പന്റെ ശക്തി ചൈതന്യം കുടികൊള്ളുന്ന പുണ്യഭൂമിയാണ് ഈ കല്ലേലി മണ്ണ്. ശ്രീ കല്ലേലി ഊരാളിയപ്പൂപ്പൻ കാവിന് യുഗങ്ങളോളം പഴക്കമുണ്ട്. ഊരാളിയപ്പൂപ്പൻ കാവിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പൂജകളും പൂജാവിധികളും ഒക്കെ മറ്റുള്ള ആരാധനാ കേന്ദ്രങ്ങളെ അപേക്ഷിച്ച് ഏതൊരു ഭക്തനും ഊരാളിയപ്പൂപ്പന്റെ തിരുസന്നിധിയിൽ വന്ന് ഭക്തന്റെ പ്രയാസങ്ങൾ കാവാചാരങ്ങളോടെ ഊരാളിയപ്പൂപ്പന്റെ പവിത്രമായ തിരുക്കളരിയിൽ 999 മലദൈവങ്ങളെ ഉണർത്തിച്ചുകൊണ്ട് ദോഷങ്ങൾ മാറണമെന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന വിളിച്ചു ചൊല്ലി പ്രാർത്ഥനയാണ് പ്രാധാന്യം. ഊരാളിയപ്പൂപ്പൻ കാവിൽ മന്ത്രങ്ങളില്ല, മറ്റുള്ള പൂജാതി കർമ്മങ്ങളോ ഒന്നും തന്നെയില്ല. അങ്ങനെ തികച്ചും വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് ഊരാളിയപ്പൂപ്പന്റെ തിരുസന്നിധിയിൽ ഭക്തജനങ്ങൾക്ക് വേണ്ടി ഊരാളിയപ്പൂപ്പൻ പ്രവർത്തിക്കുന്നത്. ഊരാളിയപ്പൂപ്പൻ കാവിലെ ചരിത്രങ്ങളൊക്കെ മാറ്റപ്പെട്ടു. ഊരാളിയപ്പൂപ്പന്റെ ചരിത്രങ്ങൾ മുരഹര എന്തോ തിരക്കാ അന്നദാനം കഴിക്കാന്. വെളുപ്പിന് വരെ വന്ന ആൾക്കാരെ ഇരിക്കുന്നത് മൊത്തം. ഇന്നലെയൊക്കെ വന്നേ കടയുടെ ഇല്ല ചേട്ടാ. ദൂരെ നിന്നൊക്കെ വരുന്നവര് പിന്നെ വെളുപ്പിനെയും പൊങ്കാല തിളയ്ക്കുന്നു. ചൂടാറ് അടുത്തതായിട്ട് നമ്മുടെ ശ്രീ കല്ലേലി ഊരാളിയപ്പൂപ്പന്റെ 10ാമത് മഹോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള കല്ലേലി സാംസ്കാരിക സദസ്സ്
ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിന്റെ മൃഗസംരക്ഷണം വികസന വകുപ്പ് മന്ത്രി ഒത്തിരി അടുപ്പ് കാലിയുണ്ടല്ലോ. കത്തിച്ച് പോന്നേക്കോ. അവര് തന്നെ കത്തിക്കുന്നേ അല്ലയോ? കൺഷി ഇത്രയൊക്കെയാണ് അപ്പൂപ്പൻകാവിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇനി നല്ലപോലെ മുമ്പോട്ട് വീഡിയോ ഇടാനും തോന്നത്തുള്ളൂ.